കണ്ണുകൊണ്ട് തന്നെ കണ്ടോളൂ. ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് അബ്ബാസിന്റെ അകത്ത് എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്യത്തില്ല. അവർക്ക് പഠിത്തത്തിൽ മാത്രമാണ് ശ്രദ്ധ. അതുപോലെയാണ് ഞാൻ മക്കളെ നോക്കുന്നത്. മക്കളെ നോക്കാതെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറച്ച് പാരൻസ് കുവൈത്തിലുണ്ട്. എണ്ണം കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മൊത്തത്തിലുള്ള എല്ലാ കുട്ടികളും ഉദ്ദേശിച്ചിട്ടൊന്നും അല്ലട്ടോ. ഒരുപാട് നല്ല കുട്ടികൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന, ഒരു തോന്നിയാസത്തിനും പോവാത്ത, അതേപോലെ തന്നെ മക്കളെ നന്നായി നോക്കുന്ന ആ കുട്ടികൾ എപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത്, എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അവർ രാത്രി എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, അവർ ഫോണിൽ കളിക്കുന്നുണ്ടോ, വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, മക്കളെ കറക്റ്റ് ശ്രദ്ധിച്ച് വളർത്തുന്ന ഒത്തിരി പേരൻസും ഇതേ കുവൈത്തിൽ തന്നെ ഉണ്ട്. ഇതിന്ന് ഞാൻ പറയാൻ വേണ്ട കാരണം എന്താ പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ആ 2 ദിവസം മുമ്പ് ഞാൻ ആ കാർ റേസിങ്ങുമായി ബന്ധപ്പെട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് താഴെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു, കുറേ തെറിയായിരുന്നു. അതായത് ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, പെർമിഷൻ എടുത്തിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കുവൈത്തിൽ വർഷം പോകുന്ന കണക്ക് നിയമങ്ങളൊക്കെ കർശനമായിട്ട് വരുന്നുണ്ട്. അതായത് മുമ്പത്തെ പോലെയല്ല, എല്ലാവർക്കും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചോദിക്കും അവർ ചെയ്തെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് പ്രശ്നം എന്ന്. ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ നിയമം വീണ്ടും കർശനമാവും. ഇവിടെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പിള്ളേർ ചെയ്തതിന് അവരുടെ 12ാം ക്ലാസ്സിൻ്റെ സെലിബ്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, അതിന് എനിക്കൊരു എതിർപ്പൊന്നുമില്ല, ആർക്കും എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ഇവിടുത്തെ നിയമത്തിൻ്റെ ഉള്ളിലായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരിക്കലും പബ്ലിക് റോഡിലേക്ക് കൂട്ടിയിട്ട് ഇതുപോലെ സെലിബ്രേഷൻ നടത്താനോ ഒന്നും അനുമതി കൊടുക്കത്തില്ല. ഇവിടെ മുമ്പൊക്കെ കുവൈത്തികളുടെ കല്യാണത്തിന് ആ ഹാളിൻ്റെ മുന്നിലൊക്കെ കാറ് കറക്കലും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? അതൊക്കെ നിർത്തി. അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് മുമ്പൊക്കെ ഇവിടെ മഴ പെയ്തെങ്കിൽ റൗണ്ട് അബൌട്ടിലേക്കൊക്കെ കുവൈത്തി ചെക്കന്മാർ വന്നിട്ട് കാറ് കറക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചെങ്കിൽ, വണ്ടിയിൽ അഭ്യാസം കാണിച്ചു കഴിഞ്ഞെങ്കിൽ ആ വണ്ടി കൊണ്ടുപോയിട്ട് അവരെ മുമ്പിൽ നിന്ന് തന്നെ ആ വണ്ടി ക്രഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നുള്ളത്. അതാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് കണ്ട ആ വാഹനം ഓടിച്ച്, ഇത് കുറച്ച് അജ്നബി ഡ്രൈവർമാരാണ്. ആർക്ക് നഷ്ടമായി? അവർക്കും അവരുടെ കുടുംബത്തിനും നഷ്ടമായി. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെതായ കുറേ തെറി കമൻറ്റും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുമ്പ് നമുക്കിവിടെ ഒരുപാട് സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ വർഷം പോകുന്ന കണക്ക് അത് കുറഞ്ഞ് വരുന്നുണ്ട്. അതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്, വേറെ ആരും അല്ല. അതായത് നമുക്ക് തന്ന പെർമിഷൻ നമ്മൾ അമിതമായി ഉപയോഗപ്പെടുത്തി. മുമ്പൊക്കെ നമുക്ക് ഇവിടെ അബ്ബാസിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒട്ടുമിക്ക ബിൽഡിങ്ങിൻ്റെ താഴെയും ബേസ്മെൻറ്റിൽ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഉണ്ടോ? കുറഞ്ഞു വന്നില്ല? ഇല്ലല്ലോ. ഇപ്പോൾ സ്കൂളിൽ മാത്രമേ പരിപാടി പാടുള്ളൂ, അതിനും പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും അതിൻ്റെ ദോഷം വരും. നിങ്ങൾ അറിയിപ്പത്രത്തിനൊക്കെ കണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ പോലീസ് കേസെടുത്തപ്പോൾ എനിക്ക് സമാധാനമാണ്. എനിക്ക് സമാധാനത്തിൻ്റെ ഇതൊന്നല്ല. കാരണം എന്താ വെച്ചെങ്കിൽ, നമ്മളെ ഇന്ത്യക്കാരുടെ പൈസയാണ് അതിന് ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ ഉൾക്കൊള്ളുക. ഇനി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷന് ശ്രമിക്കുക. പെർമിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അനുവാദമുള്ള സ്ഥലത്ത് വെച്ച് ഇങ്ങനെയുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുക. അതല്ലാതെ ഇങ്ങനെ പബ്ലിക്കിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പഴയ പോലെ ഒന്നും അല്ലല്ലോ. പണ്ടത്തെ കാലത്തൊന്നും വെച്ചെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോൾ അത് ആര് കണ്ടാലും അതിൻ്റെ ഫോട്ടോ എടുത്തിടും, അതിൻ്റെ വീഡിയോ എടുത്തിടും, അങ്ങനെയൊക്കെയാണ്. പിന്നെ മക്കളെ കാര്യം അത് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെ കണ്ടോളൂ. ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് അബ്ബാസിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് വണ്ടി എടുത്തൊന്ന് കറങ്ങാം. ഒരു 11 മണി വരെ കറങ്ങാം. കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ തോന്നിയാസം ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ കാണാം. ഇത് എല്ലാ കുട്ടികളല്ലട്ട, ചില കുട്ടികൾ. അപ്പോൾ ഈ മക്കൾ തന്നെ ട്യൂഷൻ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നില്ല. നമ്മളെ കുട്ടികൾ റൂമിൽ നിന്ന് എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അതൊക്കെ കറക്റ്റ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ അറിയാം, ഞങ്ങളെ മക്കളെ ഞങ്ങൾക്കറിയാം പോറ്റാനും വളർത്താൻ ഞങ്ങൾക്കറിയാം, ഇതിന് നിൻ്റെ ഉപദേശം പാടില്ല എന്ന് പറയാം. പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും. അത്രമാത്രമേ ഞാനും പ്രതികരിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ മക്കൾ നമ്മൾ മാന്യമായ രീതിയിൽ നല്ല ബുദ്ധി കൊടുത്ത് വളർത്തിയില്ല എങ്കിൽ ഇതിപ്പോൾ ഒന്നും അല്ല അറിയുന്നത്. നമുക്കൊക്കെ ഒന്ന് പ്രായമാണം, അതുപോലെ തന്നെ ഈ മക്കൾ വളർന്ന് വലുതാണം. ആ സമയത്ത് നമ്മളത് അനുഭവിക്കും. കൂടുതലൊന്നും പറയാനില്ല. തെറി പറയുന്ന ആൾക്കാർക്ക് ഇതിന് താഴെയും പറയാം, ഒരു കുഴപ്പമില്ല. അത് തെറി പറഞ്ഞിട്ട് നിങ്ങൾ സമാധാനിക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോളൂ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.